ബിഗ് ബോസ് മലയാളം സീസൺ 7 വളരെയേറെ സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളുള്ള ഒരു സീസണാണ്. കഴിഞ്ഞ സീസണൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആയിട്ട് ഗെയിം കളിക്കുന്ന മത്സരാർത്ഥികളുള്ള ഒരു സീസണാണ് ഇത്. അത് ആ കാര്യം എടുത്തു പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇത്തവണത്തെ മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ ഒന്നിനൊന്ന് പൊളിയാണ്. ഒന്ന് രണ്ട് പാഴുകളുണ്ട്, പക്ഷെ ഓക്കെ, അവരെയൊക്കെ പോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തന്നെ വളരെ മികച്ച രീതിയിൽ ഗെയിം കളിച്ചവരാണ്, കളിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അത് തന്നെ എടുത്തു പറയേണ്ട ഒരു മത്സരാർത്ഥിയാണ് അനീഷ്. അനീഷ് സാധാരണക്കാരന്റെ ഒരു റെപ്രസെന്റേറ്റീവായി ഹൗസിനുള്ളിലേക്ക് ചെന്ന് ആദ്യമൊക്കെ വളരെയധികം വലിയ രീതിയിലുള്ള വെറുപ്പിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. പ്രേക്ഷകർക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലാതിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പിന്നെ പിന്നെ ഗ്രാജുവലി അനീഷിന്റെ ഗ്രാഫ് മുകളിലേക്ക് പോയി അനീഷിന് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് വരാനായിട്ട് തുടങ്ങി. എന്നിട്ട് ഇപ്പൊ എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫാൻസ് ഉള്ള ഒരു സ്റ്റേജിലാണ് എത്തി നിൽക്കുന്നത്. ഹൗസിനകത്തേക്ക് ഫാമിലിയുടെ ഭാഗത്തു നിന്ന് കയറി ചെല്ലുന്ന ആളുകളാണെങ്കിലും എല്ലാവരും തന്നെ സുപ്രഭാതം എന്ന് പറഞ്ഞിട്ടാണ് അനീഷിനെ ഗ്രീറ്റ് ചെയ്യുന്നത് തന്നെ. അപ്പൊ ഇതുകൊണ്ടൊക്കെ അനീഷിന് പുറത്ത് നല്ല രീതിയിൽ തന്നെ ഒരു ഡീഗ്രേഡിങ്, ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ഡീഗ്രേഡിങ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് എല്ലാ സീസണിലും അത്യാവശ്യം സപ്പോർട്ടുള്ള ആളുകൾ നേരിടുന്ന ഒരു ഡീഗ്രേഡിങ് തന്നെയാണ്. പലതും പറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അനീഷിനെ താറടിക്കാനായിട്ട് ശ്രമിക്കുക, കരിവാരി തേക്കാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതിനെപ്പറ്റി. അപ്പോൾ അതേപോലെ തന്നെയുള്ള താറടിക്കൽ ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ എല്ലാ മനുഷ്യന്മാർക്കും സംഭവിക്കും. അനീഷ് 98% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത്രയും ദിവസം ലൈവ് കണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് വേറെ ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയും വരുത്തുന്ന ഒരു മിസ്റ്റേക്കും അനീഷ് അവിടെ വരുത്തിയിട്ടില്ല. തെറി പറയുകയോ അല്ലെങ്കിൽ ഫിസിക്കലി ഭയങ്കരമായിട്ട് വഴക്കുകളിലൊക്കെ അഗ്രഷൻ കാണിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരു മത്സരാർത്ഥി ഒന്നുമല്ല. പിന്നെ മാറിയിരുന്ന ഒരാളെ പറ്റി ഇന്ന് കുശുകുശു നടത്തുകയോ അന്ത്യസംഭാഷണം നടത്തി വേറൊരാളെ പറ്റി തോന്നിവാസം പറയുകയോ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള റോങ് ഗെയിമിംഗ് മെത്തേഡ്സും അനീഷ് സ്വീകരിച്ചിട്ടില്ല. വളരെ പ്ലെയിൻ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് രീതിയായിരുന്നു അനീഷിൻ്റെത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഏതൊരു മനുഷ്യനെ എടുത്താലും അവർക്കൊക്കെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ ഉണ്ടാവും. അപ്പൊ അനീഷിന് ആ ഒരു നെഗറ്റീവ് സൈഡ് ഇത്തിരി കുറവാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ സീസണിലെ വിന്നറിനെയും അതിന് മുമ്പത്തെ സീസണിലെ വിന്നറിനെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അനീഷിന് ആ ഒരു നെഗറ്റീവ് സൈഡ് ഇത്തിരി കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അത് വിന്നിങ് മെറ്റീരിയൽ ആയിട്ട് തന്നെയാണ് എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നത്. അത് നമ്മൾ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരു മത്സരാർത്ഥി എന്നതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യനുമായിട്ട് നമുക്കൊരു അടുപ്പം തോന്നുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു സാധാരണക്കാരന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ്. എന്തുകൊണ്ടും ഈ സീസൺ വിജയിക്കാൻ അനീഷിനെക്കാളിലും ഡിസേർവിംഗ് ആയിട്ടുള്ള മറ്റാരും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇനിയും ഗെയിം കാണാനായിട്ട് കിടപ്പുണ്ട്. ഇനി നമ്മള് എന്താ പറയാ 4-5 ആഴ്ച കാണാനായിട്ട് കിടപ്പുണ്ട്. എന്നിരുന്നാലും ഞാൻ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം, അനീഷ് അവിടെ 100 ദിവസവും നിൽക്കും എന്നുള്ളതാണ്. അനീഷ് 100 ദിവസവും അവിടെ നിൽക്കാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. ജയിക്കുമോ ഇല്ലയോ, ജയം തോൽവി അതൊക്കെ ഒരു സൈഡിലുണ്ട്. പക്ഷെ 100 ദിവസം നിൽക്കാനായിട്ട് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അതിനിടയ്ക്ക് ഈ ഡീഗ്രേഡിങ്, താറടിക്കൽ ശ്രമങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച് വലിച്ചു നീട്ടി വീഡിയോ ചെയ്യുന്ന പരിപാടി അതൊക്കെ നടക്കും. കാരണം നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉള്ള മനുഷ്യന്മാരാണ് നമ്മൾ എല്ലാവരും. നമ്മുടെ പോസിറ്റീവ് സൈഡ് ചിലപ്പോ പുറത്തേക്ക് വരും കൂടുതലായിട്ടും, അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവ് സൈഡ് പുറത്തേക്ക് വരും കൂടുതലായിട്ടും. അതിലൊന്നും ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു മനുഷ്യജീവിയാണ് നമ്മള്. ഇപ്പോ പെർസെന്റേജ് വെച്ചിട്ട് പോലും അളക്കാൻ പറ്റുന്ന ഒരു കേസ് കിട്ടൊന്നും അല്ല ഈ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അനീഷിനും ഒരുപാട് തെറ്റുകൾ ഒന്നും അധികം പറ്റിയിട്ടില്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആണ്. ഒരു റോങ് സ്റ്റെപ്പ് അനീഷ് ഇതുവരെ വെച്ചതായിട്ട് തോന്നുന്നില്ല. ഗ്രാഫ് മുകളിലേക്ക് കയറി ഇപ്പൊ എത്തി നിൽക്കുന്ന സ്റ്റേജ് വരെ വളരെ മികച്ച രീതിയിൽ ഗെയിം കളിച്ചതായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.